51 സീറ്റുകളുമായി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തിരിക്കും ഇത്തവണ കോൺഗ്രസ് എന്നാണ് കവടിയാർ മണ്ഡലത്തിൽ കവടിയാർ ഡിവിഷനിൽ മത്സരിക്കുന്ന UDFിൻ്റെ സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് നേതാവ് കെ ശബരിനാഥൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇലക്ഷൻ പ്രക്രിയയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാർഡുകളിൽ ഒട്ടുമിക്ക വാർഡുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പേരും നിർദ്ദേശവും വന്നിരിക്കുകയാണ്. KSU നേതാക്കൾ മുതൽ തഴക്കവും പഴക്കവുമാർന്ന പല നേതാക്കളും ഇതിനോടകം തന്നെ അവർ മത്സരത്തിനുണ്ട് എന്നുള്ളത് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്ന ഔദ്യോഗികമായ പ്രഖ്യാപനവും വന്നിരിക്കുകയാണ്. ഇവിടെ മത്സരം ഇടതുപക്ഷവും BJPയും തമ്മിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. കഴിഞ്ഞ തവണത്തെ സാഹചര്യമല്ല ഇത്തവണത്തേത്. ആര്യ രാജേന്ദ്രൻ്റെ ഭരണം കാരണം കുട്ടിച്ചോറായി താറുമാറായ തിരുവനന്തപുരം കോർപ്പറേഷനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പദ്ധതികൾ തന്നെയാണ് ആലോചിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് KS ശബരിനാഥൻ ആവർത്തിച്ച് പറയുന്നത്. ശബരിനാഥൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പേരിൽ ചുമതലപ്പെടുത്തണം എന്നുള്ളത് നേരത്തെ തന്നെ കെ മുരളീധരൻ അടക്കമുള്ളവർ പറഞ്ഞതാണ്. കെ മുരളീധരനാണ് ഏകോപന ചുമതലയുള്ളത്. നമുക്കറിയാം, 6 കോർപ്പറേഷനുകളിൽ ഇന്ന് ആകെ കണ്ണൂർ കോർപ്പറേഷനിൽ മാത്രമാണ് UDF അധികാരത്തിലുള്ളത്. ബാക്കി എല്ലാ കോർപ്പറേഷനിലും വലിയ തോതിലുള്ള വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒന്നാമതായി നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ നോക്കിയാലും പല മണ്ഡലങ്ങളിലും UDF നേതാക്കൾ ബഹുദൂരം പിന്നിലാകുന്ന ഒരു കാഴ്ച. അതായത് 3ാം സ്ഥാനത്തേക്ക് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലും വട്ടിയൂർക്കാവിലും നേമത്തും ഒക്കെ എത്തപ്പെടുന്ന ഒരവസ്ഥ. അത് വളരെ പരിതാപകരമാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുന്നത് വലിയ തോതിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളിൽ വളരെ തീക്ഷ്ണതയോടെ സുതാര്യമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തനം സജ്ജീകരിക്കാൻ ശബരിനാഥൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇടതുപക്ഷത്തിൻ്റെ വിശ്വസ്തയായ ഒരു സന്തത സഹചാരിയായി UDFിൽ സ്വന്തം ഭർത്താവിനെതിരെ അള്ളുവെക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പലപ്പോഴായി പരാമർശങ്ങളുണ്ട്. അതിനെ ഒന്നും വകവയ്ക്കാതെ തന്നെയാണ് ശബരിനാഥൻ മുന്നോട്ട് പോകുന്നത്. കുടുംബവും പൊളിറ്റിക്സുമായി കൂട്ടിക്കലർത്തേണ്ട യാതൊരു സാഹചര്യവുമില്ല ഇപ്പോൾ എന്ന് വളരെ വ്യക്തമായി സുതാര്യമായി തന്നെ പറയുകയാണ്. ശബരിനാഥൻ നേരത്തെ അരുവിക്കര മണ്ഡലത്തിൽ MLA ആയിരുന്നു 2 തവണ. അദ്ദേഹം കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നേരിയ വോട്ട് വ്യത്യാസത്തിലാണ് തോൽവി സമ്മതിക്കേണ്ടി വന്നത്. എന്നാൽ തിരിച്ച് കോർപ്പറേഷൻ പരിധിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവിടെ താമസിച്ച വ്യക്തിയാണ്, ഇപ്പോഴും താമസിക്കുകയാണ്. അപ്പോൾ കൃത്യമായി മണ്ഡലത്തെക്കുറിച്ചും മണ്ഡലത്തിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും വളരെ സുതാര്യമായി അറിയുന്നൊരു വ്യക്തി എന്ന രീതിയിൽ തന്നെയാണ് ശബരിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്.